അടുത്തത് സ്കെയിൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ ആണ്. അപ്പൊ എന്താണ് സ്കെയില്? നമ്മൾ സാധാരണ ഡ്രോയിങ്ങിനൊക്കെ യൂസ് ചെയ്യണ സ്കെയിലാണ്. അപ്പൊ ഇതിന്റെ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ തന്നെയാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഈ സ്കെയിലല്ല, ഇതിന്റെ റെപ്രസെന്റേറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് 1:1 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് വേറെ റേഷ്യോയിലുള്ള റെപ്രസെന്റേറ്റീവ് ഫാക്ടർ ഉള്ള സ്കെയിൽസ് ആണ്. സാധാരണ നമുക്കൊരു വലിയ കെട്ടിടം ഈ ഒരു പേപ്പറിലേക്ക് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് ചെറുതായിട്ട് വരയ്ക്കും, എങ്കിൽ മാത്രമേ ഈ പേപ്പറിനകത്ത് തികയുള്ളൂ. ഇനി തീരെ ചെറിയൊരു ബാക്ടീരിയനെ നമുക്ക് വരയ്ക്കണം, അപ്പോഴോ അത് വലുതാക്കി വരയ്ക്കും. സോ അങ്ങനെ വരച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ, അതിൻ്റെ അകത്തെ ഭാഗങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വരച്ച ഡ്രോയിങ്സിൽ നമുക്ക് റീഡിങ്സ് മെഷർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ സ്കെയിലുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. സോ അത് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സ്കെയിൽഡ് ഡ്രോയിങ്ങിൽ, അതായത് ഒരു വലിയ കെട്ടിടത്തിന്റെ മാപ്പ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഈ 1:1 റേഷ്യോ ഉള്ള ഈ സ്കെയിൽ വെച്ച് നമുക്ക് കൃത്യമായി ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റത്തില്ല, ഡയറക്റ്റ് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേം റെപ്രസെന്റേറ്റീവ് ഫാക്ടർ. RF എന്ന് വെച്ചാൽ എന്താണ്? ഈസിക്കൽ ടു, ചെറിയ ഫോർമുലയാണ്, അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് എന്ന് വെച്ചാൽ കടലാസെ വരച്ചു വെച്ചേക്കണ ആ ഡ്രോയിങ്ങിനകത്തെ ഏതെങ്കിലും ഒരു ലെങ്ത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്. ആക്ച്വൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്, അതായത് റിയൽ സിറ്റുവേഷനിൽ ആ ഒബ്ജക്റ്റിന് എത്ര ലെങ്ത് ഉണ്ട്. അതായത് നമുക്കിപ്പോ ഒരു കെട്ടിടം ഉണ്ട്, അതിന്റെ ആക്ച്വൽ ലെങ്ത് 100 മീറ്റർ ആണ്. നമ്മളതൊരു പേപ്പറിലേക്ക് വരച്ചപ്പോ അത് നമ്മൾ ചെറുതാക്കി വരച്ചു, ഈ A4 ഷീറ്റ് പേപ്പർ നമ്മൾ വരച്ചു. അപ്പൊ ഈ 100 മീറ്റർ എന്നുള്ളത് നമ്മളൊരു എത്രയാ 10 സെന്റിമീറ്റർ ആക്കി പേപ്പറെ വരച്ച്. സോ അങ്ങനെയാണെങ്കിൽ RF എത്രയാണ്? ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് 10 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്. ആ സെയിം സൈഡിന് 100 മീറ്റർ ആണ് ലെങ്ത്, അപ്പൊ ഇവിടെ 100 മീറ്റർ. ഇതാണ് റെപ്രസെന്റേറ്റീവ് ഫാക്ടർ. പക്ഷെ ഇത് തെറ്റിക്കരുത്, സെന്റിമീറ്ററും മീറ്ററും ആണ്, രണ്ടിലും ഒരേ യൂണിറ്റ് ആക്കണം. അപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന സെന്റിമീറ്റർ ആണ്. സോ 10 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100. ഈ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യണേ? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ മീറ്റർ മാറ്റിയിട്ട് നമുക്ക് ഇൻറ്റു 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ സെന്റിമീറ്ററും വെട്ടിപ്പോവും, ഈ പൂജ്യം കൂടെ വെട്ടിപ്പോവും. ഈക്വൽ ടു 1/1000. ഇതാണ് ഈ ഡ്രോയിങ്ങിന്റെ റെപ്രസെന്റേറ്റീവ് ഫാക്ടർ എന്ന് പറയുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റെപ്രസെന്റേറ്റീവ് ഫാക്ടർ നമുക്ക് വേണമെങ്കിൽ 1:50 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം 1:50 എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ജനറൽ ഫോമിൽ 1:x എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ 1/50 എന്ന് പറഞ്ഞ എന്താ അർത്ഥമാണ്? അല്ലെങ്കിൽ 1:50, നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ 50 ഇരട്ടി ചെറുതാക്കിയാണ് നമ്മൾ പേപ്പറിൽ വരച്ചേക്കണേ. അത് മാറിപ്പോകരുത്. 1/50 ആണെങ്കിൽ 50 ഇരട്ടി ചെറുതാക്കിയാണ് പേപ്പറിൽ വരച്ചേക്കണേ. ഇനി RF ഈക്വൽ ടു 50 ആണ്, അല്ലെങ്കിൽ 50:1 ആണെന്നുണ്ടെങ്കിൽ ജനറൽ ഫോം x:1 എന്ന് പറയും. ആ ഡ്രോയിങ്ങിന്റെ 50 ഇരട്ടി വലുപ്പത്തിലാണ് നമ്മൾ ഡ്രോയിങ്ങിൽ വരച്ചേക്കണത്. ഇത് തീരെ ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുക. അപ്പൊ ഈ രണ്ടും സാധാരണ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇത് മാത്രമേ വരുള്ളൂ. റെഡ്യൂസ്ഡ് ഡ്രോയിങ്, ചെറുതാക്കണ ഡ്രോയിങ്, വലുതാക്കണ ഓരോ കുറവാണ്. എന്നാലും 2:1 അല്ലെങ്കിൽ 2
ഒക്കെ ചോദിക്കാം. നമുക്ക് ഒരേ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ വരയ്ക്കാനായിട്ട്. തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റെപ്രസെന്റേഷൻ ഫാക്ടർ എന്തൊക്കെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് സ്കെയിൽ, അതൊക്കെ ചോദിക്കാം. ജസ്റ്റ് വായിച്ചാൽ മതി. നമുക്ക് വരയ്ക്കാൻ ഇത് മാത്രമേ വരുള്ളൂ ഈ ഒരു മെത്തേഡിൽ. ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ കൺസ്ട്രക്ഷൻ സ്കെയിൽ 1:50 റെപ്രസെന്റേറ്റീവ് ഫാക്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ഇനഫ് ടു മെഷർ അപ് ടു 5 മീറ്റർ, മാക്സിമം ലെങ്ത് ആ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാവുന്ന മാക്സിമം ലെങ്ത് നമുക്ക് വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മതി നമുക്ക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മളോട് പറഞ്ഞ മാർക്ക് എ ഡിസ്റ്റൻസ് ഓഫ് 4.7 മീറ്റർ, അത് നമ്മളെ കൺസ്ട്രക്ട് ചെയ്ത സ്കെയിലിൽ 4.7 മീറ്റർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നേക്കണ കാര്യങ്ങളൊന്നും എടുത്തെഴുതാം. റെപ്രസെന്റേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു 1/50 ആൻഡ് മാക്സിമം ലെങ്ത് ഈക്വൽ ടു 5 മീറ്റർ. സോ നമുക്ക് അടുത്ത ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. പുതിയ ഇക്വേഷൻ അല്ല, നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത ലെങ്ത് ഓഫ് സ്കെയിൽ ഈക്വൽ ടു RF ഇൻറ്റു മാക്സിമം ലെങ്ത്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം എല്ലാവരും. റെപ്രസെന്റേറ്റീവ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ലെങ്ത്. RF എത്രയാണ്? 1/50 ആണ് ഈ കേസിൽ, ഇൻറ്റു മാക്സിമം ലെങ്ത് 5 മീറ്റർ ആണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ 5 മീറ്റർ എന്നുള്ളത് സെന്റിമീറ്ററിലിട്ട് തന്നെ വേണം ചെയ്യാൻ. 5 ഇൻറ്റു 100, 50ന്റെ 2 ഇരട്ടിയാണ് 100, കാട്ടിപ്പോയി. അപ്പൊ 10 10 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയേക്കണ ലെങ്ത്, സ്കെയിലിന്റെ ലെങ്ത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം. RF 1:1/50 ആൻഡ് ലെങ്ത് ഓഫ് സ്കെയിൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചു ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 10 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. വര വരച്ചു. അതിനുശേഷം ഒരു 2 സെന്റിമീറ്റർ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. നിങ്ങൾ 90 ഡിഗ്രി തന്നെ എടുത്ത് വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ സ്കെയിലിന്റെ ഔട്ടർ ബോഡി ആയി. ഇതുണ്ടോ, ലെങ്ത് ഓഫ് ദ സ്കെയിൽ നമ്മൾ 10 സെന്റിമീറ്റർ കണ്ടുപിടിച്ചു. ഈ ഒരു വാല്യൂ മാത്രം മതി സ്കെയിൽ വരയ്ക്കാൻ. 10 സെന്റിമീറ്റർ വര വരച്ചു. മുകളിലേക്ക് 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെന്റിമീറ്റർ, രണ്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മുടെ താഴത്തെ സ്കെയിലും ഉണ്ട്, അതുപോലെ ആ സ്കെയിലിന്റെ ഒരു ഔട്ടർ ബോഡി വരച്ചാണ് നമ്മൾ. ഇനി നമുക്ക് ലോങ് ഇനഫ് ടു മെഷർ 5 മീറ്റർ എന്നൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്കെയിലിനെ 5 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ 5 1 2 3 4 5 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 2 മീറ്റർ 3 മീറ്റർ 4 5, ഇത് 1 മീറ്റർ 2 മീറ്റർ 3 4 5, ഇങ്ങനെ 5 ഓരോ ഡിവിഷനും ഓരോ മീറ്റർ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ 5 ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റേ ഇങ്ങനെ ലൈനൊക്കെ വെച്ച്. ആ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. കോമ്പസ് കുത്തി പാരലായിട്ട് വരച്ച് 5 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഇവിടെയാണ് സാറിന് 0 കൊടുക്കാറ്. പക്ഷെ ഇതിന്റെ കേസിൽ നമ്മൾ 0 ഇവിടെയാണ് കൊടുക്കുക. 0 1 2 3 ആൻഡ് 4. ഇവിടെ എഗൈൻ 1. ഈ ഫസ്റ്റ് വരയിൽ നമ്മൾ, അല്ലെങ്കിൽ ഇവിടുന്ന് രണ്ടാമത്തെ വരയിലാണ് 0 കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ 0.7 മീറ്റർ അത് മെഷർ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഇത്രയുള്ള ഈ ലെങ്ത് ഇതിനെ നമ്മൾ 10 ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരു ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നടക്കുക, ഇത് എത്രയുണ്ടെന്ന്. 5 ഇപ്പൊ 2 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ലെങ്ത്. അപ്പൊ അതിനെ നിങ്ങൾ
എത്രയാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഏകദേശം 2 mm കിട്ടും. ആ 2 mm സ്കെയിൽ വെച്ച് ഇങ്ങനെ വരകൾ വരയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഈ രീതി ചെയ്യണമെന്നില്ല, കാരണം അത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മളിത് 10 ഡിവൈഡ് ചെയ്തു. അപ്പൊ നമ്മുടെ സ്കെയിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി ഇതിൽ 4.7 മീറ്റർ നമുക്ക് മെഷർ ചെയ്യണം. അപ്പൊ അതിന് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ 0 തൊട്ട് 4 വരെയുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇത് 1 ഡെസിമീറ്റർ ആണ്, അല്ലെങ്കിൽ 10-1 മീറ്റർ ആണ്. അപ്പൊ ഇത് 0.1, 0.2, 0.3 അങ്ങനെ 7ാമത്തെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് 0.7 മീറ്റർ ആയിരിക്കും. ഇവിടുന്ന് 4 മീറ്റർ ആയിരിക്കും. സോ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ എടുക്കുക. അപ്പൊ ഈ അറ്റത്തുനിന്ന് നമ്മൾ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുക, ഇവിടത്തെ 7ാമത്തെ പോയിന്റ് എടുക്കുക. അപ്പൊ ഇതില് എത്രയാണ് 4.7 മീറ്റർ മാർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്കെയില് കൺസ്ട്രക്ട് ചെയ്യുക. ഒരു എന്താണ് വരയ്ക്കാൻ സമയമില്ല, അപ്പൊ നമ്മുടെ ചോദ്യം ഒന്ന് വായിക്കാം. മെഷർ അപ് ടു 60 മീറ്റർ. നമുക്ക് മാസം 60 മീറ്റർ വരെ മെഷർ ചെയ്യാൻ പറ്റണം. ഈ 1 സെന്റിമീറ്റർ റെപ്രസെന്റ് 4 മീറ്റർ. നമ്മുടെ RF ആണ് തന്നേക്കുന്നത്. റെപ്രസെന്റേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു 1 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 4 മീറ്റർ. ആ റെപ്രസെന്റേറ്റീവ് ഫാക്ടറിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എന്താണ് ഇക്വേഷൻ? ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് 1 സെന്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ്, അത് 4 മീറ്റർ ആണ് ആക്ച്വൽ ഇതിന്റെ. അപ്പൊ ഇത് ഇട്ട് കൊടുത്താൽ 1 സെന്റിമീറ്റർ, എല്ലാ സെന്റിമീറ്റർ ഇട്ട് ചെയ്ത 4 മീറ്ററിനെ സെന്റിമീറ്ററിലാക്കാൻ ഇൻറ്റു 100 സെന്റിമീറ്റർ. സെന്റിമീറ്ററും പോയി ഈക്വൽ ടു 1/400. റെപ്രസെന്റേറ്റീവ് ഫാക്ടർ നമുക്ക് ഇവിടെ കിട്ടി. ഇനി ലെങ്ത് ഓഫ് ദ സ്കെയില്, അതാണ് നമുക്ക് വേണ്ടത് സ്കെയില് കൺസ്ട്രക്ട് ചെയ്യാൻ. ലെങ്ത് ഓഫ് ദ സ്കെയിൽ ഈസ് ഈക്വൽ ടു RF ഇൻറ്റു മാക്സിമം ലെങ്ത് ടു ബി മെഷേർഡ്. RF 1/400 ആണ്. മാക്സിമം ലെങ്ത് എത്രയാണ് ഗുസ്റ്റ് പറഞ്ഞേക്കണേ? മെഷർ അപ് ടു 60 മീറ്റർ, 60 മീറ്റർ. 1/400 ഇൻറ്റു 60 മീറ്ററിനെ എപ്പോഴും സെന്റിമീറ്റർ ഇട്ട് വേണം ചെയ്യാൻ. 100 സെന്റിമീറ്റർ. 2 0 പോയി, 2 0 പോയി, 2 30, 30 2 വിട്ട് കിട്ടി 15 സെന്റിമീറ്റർ ആണ് സ്കെയിലിന്റെ ലെങ്ത്. ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് 15 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക, റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഒരു പരിപാടി തീർന്നു. ഇനി കണ്ടോ, മെഷർ അപ് ടു 60 മീറ്റർ. അപ്പൊ നമുക്ക് ഇനി 6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ നമുക്ക് 10 മീറ്റർ ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഇങ്ങനെ ലൈനൊക്കെ എടുത്ത് ഇതിനെ 1, 2, 3, 4, 5, 6 ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ ഇതിന്റെ ഓരോ ഡിവിഷനും 10 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ 0 കൊടുക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ 0 കൊടുക്കാവുള്ളൂ, ഇവിടെ കൊടുക്കരുത്. 0, 1, 2, 3, 4, 5. ഇവിടെ 1 തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ 10 ഡിവിഷൻ, ഇവിടെ എപ്പോഴും 10 ഡിവിഷൻസ് ആണ്. ഈ 10 ഡിവിഷൻസ് വരയ്ക്കുക. ഇനി എത്രയാണ്? 38 മീറ്റർ ആണ് മെഷർ ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പൊ ഇത്ര എടുത്തു കഴിഞ്ഞാൽ 30 മീറ്റർ, 0 തൊട്ട്. പിന്നെ ഇങ്ങോട്ട് 8 ഡിവിഷൻ എടുക്കുക. എന്നിട്ട് ഇത് ഡയമെൻഷൻ ലൈൻ വെച്ച് 38 മീറ്ററിന് അടയാളപ്പെടുത്തുക. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക.